വിജയുടെ നമസ്കാരം. നമസ്കാരം. കുറെ നാളായിട്ട് നമ്മൾ ബംഗ്ലാദേശിനെ കുറിച്ചൊരു ചർച്ചയില്ലാതിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത കൊടുത്തിരുന്നു. അടികൊണ്ട് ഇനി ഞങ്ങൾക്ക് അടികൊള്ളാൻ വയ്യ, ഒന്നെങ്കിൽ തിരിച്ചടിയേ ഉള്ളൂ ഫലം, ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം തെരുവിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം അവിടെ ഒരു ദുർഗാദേവിയുടെ ക്ഷേത്രം തകർത്തു. ദുർഗാദേവിയുടെ ക്ഷേത്രം തകർത്തിട്ട് ആ ക്ഷേത്രത്തിലെ വിഗ്രഹം ഇവന്മാരെടുത്ത് തോട്ടിലെറിഞ്ഞു. അപ്പോ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഹിന്ദുക്കളെല്ലാം തെരുവിലിറങ്ങി, പല പല കോണുകളിൽ പ്രതിഷേധം, അവന്മാർ കിടുങ്ങിപ്പോയി. അപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ ഇന്ത്യയും പ്രതിഷേധം അറിയിച്ചു, ഇവർക്ക് സപ്പോർട്ടുമായിട്ട് ഇന്ത്യ ചെന്നു. അപ്പൊ അവര് പ്രധാനമായിട്ടും പറയുന്നത് അതൊരു പവലിയനായിരുന്നു, ഈ മറ്റേ ഈ നവരാത്രി എന്തോ വന്നപ്പോൾ കെട്ടാനായിട്ട് ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവരോട് ഇത് പൊളിക്കാൻ പറഞ്ഞിട്ട് ഇവർ പൊളിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. അപ്പൊ അതിനകത്തിരിക്കുന്ന ദുർഗാദേവിയുടെ വിഗ്രഹം എടുത്ത് തോട്ടിലെറിഞ്ഞതോ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് തോട്ടിലെറിഞ്ഞതല്ല, അത് നമ്മളത് ആദരപൂർവ്വം എടുത്ത് തോട്ടിൽ നിമഞ്ജനം ചെയ്തത്. എന്ത് കോമഡി എന്ന് ആലോചിച്ചോ കൂടെ, തോട്ടിൽ നിമഞ്ജനം ചെയ്ത് വിട്ടുകയാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്, ബംഗ്ലാദേശ് ഇങ്ങോട്ട് അയക്കുന്ന ചണം അത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അതോടുകൂടി ബംഗ്ലാദേശിന്റെ സാമ്പത്തിക അടിത്തറ സമ്പൂർണ്ണമായിട്ടും തകരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു ഫലമായിട്ടാണോ അത് ഉണ്ടായത് എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന്റെ താരിഫ്, ട്രംപ് കൂട്ടുന്നത് പോലെ അതിന്റെ താരിഫ് കൂട്ടിയിട്ട് ഇവന്മാർ ഇങ്ങോട്ടേക്ക് അത് വ്യാപകമായിട്ട് അയച്ചുകൊണ്ടിരിക്കും. അവർക്ക് വേറെ നിവൃത്തിയില്ല. അവസാനം പറഞ്ഞു ഇനി അയക്കണ്ട, തുറമുഖം വഴി അയച്ചാലും കരമാർഗം അയച്ചാലും കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതും അയക്കുന്നില്ല. അതിന്റെ ഇടയിൽ ബംഗ്ലാദേശിന് അടുത്ത തിരിച്ചടി യുക്രൈൻ, അതായത് അടികൊണ്ട് പദം വന്നിരിക്കുന്ന റഷ്യ ബംഗ്ലാദേശിനെ റഷ്യയുടെ അടികൊണ്ട് പദം വന്നിരിക്കുന്ന യുക്രൈൻ ബംഗ്ലാദേശിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിനുമായിട്ട് യുക്രൈൻ ഇനി എന്തിനാണ് വെല്ലുവിളിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. അങ്ങനെ ബംഗ്ലാദേശ് സമ്പൂർണ്ണമായിട്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം 4 ഭാഗത്തുനിന്നും അടിയാണ്, ഒരു രക്ഷയില്ല. ഇതുപോലൊരു ഗതികെട്ട രാജ്യം ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്താണ് ആ വിഷയം, യുക്രൈനും ബംഗ്ലാദേശും തമ്മിലുള്ള ഇപ്പോഴുള്ള ഒരു കോൺഫ്ലിക്റ്റ്? ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, എരന്ന് തിന്നുന്നവനെ തൊരന്ന് തിന്നുക. അത് യുക്രൈനെ തൊരന്ന് തിന്നാൻ ബംഗ്ലാദേശ് പോയതാണെന്നാണ് ഞാൻ അറിയുന്നത്. എന്താണ് സംഭവം ചേട്ടാ? നമ്മുടെ ഈ 2 ചാനൽ, അതായത് ന്യൂസ് ഇന്ത്യ മലയാളം, ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ്, രണ്ടും സ്ഥിരമായി വാച്ച് ചെയ്യുന്നവർക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഓരോരോ മൂവ്മെന്റ് അറിയാൻ പറ്റും. ഇതൊരു കണക്ഷനാണ്. ഞാൻ തന്നെ ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നു. അത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബംഗ്ലാദേശ് തയ്യാറെടുത്തിരുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ആ വാർത്തയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്തുകൊണ്ടാണ് അതിന് ഒരുങ്ങി, കാരണം നമുക്കറിയാം ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ത്രാണിയുള്ള രാജ്യമല്ല, കെൽപ്പുള്ള രാജ്യമല്ല, അടികൊണ്ട് ചിപ്പം കെട്ടിപ്പോത്തേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് അത് തയ്യാറായത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. പക്ഷെ നമുക്കത് പോയിന്റിൽ എടുക്കാൻ പറ്റില്ല. അതും ഇതും കൂടെ ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് ഇതിന്റെ ഒരു റിയൽ സ്റ്റോറി നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ആഗ്രഹിച്ചത്? ബംഗ്ലാദേശ് എന്ന് പറയുന്നില്ല, യൂനസ് എന്തുകൊണ്ട് ഏറ്റുമുട്ടാൻ ആഗ്രഹിച്ചു എന്ന് ചോദിച്ചാൽ, നിലവിൽ യൂനസിന്റെ പതനം ആസന്നമായിരിക്കുകയാണ്. ഏത് നിമിഷവും ഒന്നുകിൽ നാട് വിടേണ്ടി വരും, അല്ലെങ്കിൽ വലിയൊരു കലാപത്തെ നേരിടേണ്ടി വരും എന്നൊരു സാഹചര്യത്തിലേക്ക് യൂനസ് എത്തിയിരിക്കുന്നു. യൂനസിന് എന്തിനായിരുന്നു അവിടെ ഈ സംഘടനകളെല്ലാം കൂടെ, വിദ്യാർത്ഥി സംഘടനകളെല്ലാം കൂടെ അധികാരത്തിൽ ഏറ്റിയത്? അവിടെ നിങ്ങൾ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ സിസ്റ്റം ഒക്കെ ഒന്ന് മാറ്റിയിട്ട് എലക്ഷൻ വെക്കുക, പുതിയ ഭരണസമിതി, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി. പക്ഷെ യൂനസ് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച ഒരു ഏകാധിപതിയായി മാറുന്ന ഒരു കാഴ്ചയാണ്. ഒടുവിൽ ഇദ്ദേഹത്തെ പിന്തുണച്ചിട്ടല്ല, അവിടെ ഹസീനയ്ക്കെതിരെ പ്രക്ഷോഭം നടത്തി അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവന്ന വിദ്യാർത്ഥി യൂണിയൻ രാഷ്ട്രീയ പാർട്ടിയായി മാറി. അപ്പോൾ വീണ്ടും യൂനസിനെ സംബന്ധിച്ച് അപകടം മണത്തു തുടങ്ങി. കാരണം കൂടെ നിന്നവര് രാഷ്ട്രീയ പാർട്ടിയായി മാറി. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പാർട്ടി, അതായത് ആ വിദ്യാർത്ഥി പ്രക്ഷോഭം നയിച്ച ആ പാർട്ടി അധികാരത്തിലേക്ക് വരാം. പിന്നെ യൂനസിന് റോളില്ല. അപ്പൊ യൂനസിനെ അവിടെ കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ യൂനസിന് പിടിച്ചു നിൽക്കണം. ആ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ അധികം അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു സർക്കാർ, ഒരു ഇടക്കാല, ഒരു കെയർടേക്കർ ആയിട്ടുള്ള ഒരു സർക്കാരുമായിട്ട് ആരും പുതിയ ഡീലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. പക്ഷെ സഹായങ്ങളും മറ്റുമൊക്കെ ചെയ്യും, സാമ്പത്തിക സഹായങ്ങളും മറ്റുമൊക്കെ, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മാനുഷിക ഇതിന്റെ പേരിലോ അല്ലെങ്കിൽ ബിസിനസ് ഡീലുകളൊക്കെ അത് അനുസൃതം നടന്നുകൊണ്ടിരിക്കും. രാജ്യങ്ങൾ തമ്മിലുള്ള ഇതാണ്. പക്ഷെ വലിയൊരു ഇതിലേക്ക് പോകില്ല. പലപ്പോഴും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് ഈ ഇന്ത്യയുമായിട്ടൊരു ക്ലാഷിന് വേണ്ടി ശ്രമിക്കുന്നു. BSFുമായിട്ട് നിരന്തരം ഈ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ഇളക്കി വിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നു. ഇന്ത്യ പുറത്താക്കുന്നവരെ ഇന്ത്യക്കെതിരെ തിരിയുന്നു. അങ്ങനെ ഇന്ത്യക്കെതിരെ നിശ്ചിത, കാരണം എങ്ങനെങ്കിലും ഒന്ന് ഞങ്ങളെ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ ഒരു അവസരത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ വെസ്റ്റ് ബംഗാളിൽ നമ്മൾ തീസ്ത പ്രഹാർ എന്ന് പറഞ്ഞിട്ടൊരു വമ്പൻ സൈനികാഭ്യാസം നടത്തി, ഒരാഴ്ചക്കാലം നീണ്ടു അതെ നിൽക്കണം. നമ്മുടെ ഭീരങ്കികളൊക്കെ ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്, നമ്മൾ വാർത്ത കൊടുത്തതുമാണ്. അപ്പോഴാണ് അവിടുത്തെ സൈനിക മേധാവി യൂനുസിനോട് പറഞ്ഞത്, അവരുമായിട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കുക. ഇപ്പോഴേ തന്നെ നമ്മൾ ദുർബലമാണ്, അവർക്ക് വളരെ എളുപ്പമാണ്. പാകിസ്ഥാനോട് ചെയ്ത പോലെ ആയിരിക്കത്തില്ല നമ്മളെ ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മുടെ ചില ഭാഗങ്ങൾ തന്നെ പിടിച്ചെടുത്തേക്കാം. കാരണം നമ്മളെ വെല്ലുവിളിക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, അതിന് മുമ്പ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു. അപ്പം യൂനുസിനെ സംബന്ധിച്ച് ഇപ്പം അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കളി ഇറക്കിയേ മതിയാകും. ഈ ഹിന്ദുക്കളെക്ക് നേരെയുള്ള ആക്രമണം നിർത്തിവെച്ചിരുന്നതാണ്. ഇന്ത്യ ശക്തമായി ഇടപെട്ടതോടുകൂടി ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നിർത്തിവെച്ചിരുന്നതാണ്. പക്ഷെ വീണ്ടും വീണ്ടും ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ്, അത് ശരിക്കും പറഞ്ഞ് ഇന്ത്യയോട് മുട്ടി ജയിക്കുക എന്നുള്ളതല്ല ബംഗ്ലാദേശിന്റെ ആഗ്രഹം. യൂനസിനെ സംബന്ധിച്ച് അയാളുടെ കസേര ഇരിപ്പുറപ്പിക്കണം, അയാളുടെ ജനപിന്തുണ, അയാളുടെ പിന്നിൽ ബംഗ്ലാദേശ് ജനം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു ശത്രുവിനെ അയാൾക്ക് യുദ്ധം പറഞ്ഞു കണ്ടെത്തണം, ക്രിയേറ്റ് ചെയ്യണം. യുദ്ധം വരണം. അതാണ് ആ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇടക്കാലത്ത് ഇല്ലാതിരുന്ന ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിനൊരു ഉടൻ തന്നെ പ്രസ്താവന ഇറങ്ങി. പഴയതുപോലെ അല്ല, ലേറ്റായില്ല, ഉടൻ തന്നെ പറഞ്ഞു ഇത് ശരിയാകത്തില്ല എന്ന് പറയുകയുണ്ടായി. അപ്പം വീണ്ടും ഇത് ഇളക്കി വിടുകയാണ്. ഇത് ഇളക്കി വിടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? വീണ്ടും ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടും. ഇത് അതിർത്തികൾ നമ്മൾ കണ്ടതാണ്. അതിർത്തിയിലെ ബംഗ്ലാദേശിലെ ബംഗാളിലെയും ജനങ്ങൾ തമ്മിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചകൾ കണ്ടതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെക്കുന്ന ഒരു കാഴ്ച. ഇത് ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടുവരിക, മാറ്റിക്കൊണ്ട് വന്നിട്ട് ഒരു വികാരം ഉണ്ടാക്കുക, അതിനകത്ത് എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങുക. കാരണം ഇപ്പോൾ യൂനുസ് പറയുന്നത് 2026 ഏപ്രിൽ ഇലക്ഷൻ നടത്താമെന്നാണ്. പക്ഷെ സൈന്യം അത് എഗ്രി ചെയ്തിട്ടില്ല. സൈന്യം ഇപ്പോഴും പറയുന്നു ഡിസംബറിന് മുമ്പ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പോകണമെന്ന് പറയുന്നു. അതായത് യൂനസിന് ഇനി അവിടെ നിൽക്കുക വലിയ പ്രയാസകരമാണ്. കാരണം പഴയ പിന്തുണ ഇല്ല. ഇപ്പോൾ ആകെ ഉള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്തുണ മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു പിന്തുണ ജമാഅത്ത് ഇസ്ലാമിയേക്കാൾ വലിയൊരു പിന്തുണയായിരുന്നു ആ വിദ്യാർത്ഥി സംഘടനകളുടെ. അവരുടെ പിന്തുണ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരുടെയും ഇല്ല. അപ്പൊ ഇനി പിടിച്ചു നിന്നേ പറ്റൂ പുള്ളിക്ക്. കാരണം ഇല്ലെങ്കിൽ നാട് വിടേണ്ടി വരും, ഹസീനേക്കാൾ കഷ്ടമായിട്ട് നാട് വിടേണ്ടി വരും. ഹസീനയുടെ കാര്യത്തിൽ ഉടക്കാൻ നോക്കി ഒരുപാട് കാര്യങ്ങളിൽ നമ്മളുമായിട്ട് ഉടക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മളൊരു ആത്മസംയമനം പാലിക്കുകയും നമുക്ക് ഈ കളികളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതുകൊണ്ട് ശരി പോട്ടെ പോട്ടെ എന്ന് വെക്കുകയും ചെയ്യും. ഇപ്പൊ ചെയ്യുന്നത് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് വരികയാണ്. ഇതിന്റെ ആത്യന്തികമായ ഫലം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോവുകയായിരിക്കില്ല. പകരം യൂനസിന് ഒരുപക്ഷെ നാടുവിടേണ്ടി വന്നേക്കാം. പട്ടാളം ബംഗ്ലാദേശിന്റെ ഭരണം ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ അടുത്ത കാലത്തൊക്കെ ബംഗ്ലാദേശിന്റെ വിഷയങ്ങൾ ഇന്ത്യയുടെ റിയാക്ഷൻസ് വളരെ ഫാസ്റ്റാണ്. പ്രത്യേകിച്ച് ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് തുറമുഖങ്ങളായാലും, ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട്, കര വ്യോമ തുറമുഖങ്ങളിലൂടെ വലിയ രീതിയിൽ താരിഫ് ഇന്ത്യ ചുമത്തി കഴിഞ്ഞിരിക്കുകയാണ്. താരിഫ് ചുമത്തുക മാത്രമല്ല, ഇനി വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം വരുന്നു. അതിനിടയിലാണ് റഷ്യയിൽ നിന്ന് കള്ളക്കടത്ത് വഴി കൊണ്ടിരുന്ന ഷിപ്പുകൾ അതിപ്പോ യുക്രൈൻ ബ്ലോക്ക് ചെയ്തു. കാരണം യുക്രൈന്റെ ഗോതമ്പാണ് റഷ്യ എടുത്തിട്ട് ഈ ബംഗ്ലാദേശിന് കൊടുക്കുന്നത്. ആ ഷിപ്പുകൾ യുക്രൈന്റെ ഗോതമ്പ് റഷ്യ എടുത്ത് ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. യുക്രൈൻ ബംഗ്ലാദേശിന് അതാണ് പ്രശ്നം. അതായത് 2014 ഉക്രൈന്റെ കുറെ അധികം പ്രദേശങ്ങൾ ഈ റഷ്യ പിടിച്ചെടുത്തിരുന്നു. ഉക്രൈന്റെ പ്രധാന വരുമാന മാർഗങ്ങളൊന്ന് കൃഷിയാണ്, അതിൽ ഗോതമ്പ് കൃഷിയാണ്. അപ്പൊ 2014 പിടിച്ചെടുത്തതാണ്. എന്നിട്ട് റഷ്യയുടെ ആളുകൾ തന്നെയാണ്, സൈനികരും മറ്റുള്ളവരൊക്കെ തന്നെയാണ്. അപ്പൊ അവരവിടെ ഈ ഗോതമ്പ് കൃഷി ചെയ്തിട്ട് ഇത് എവിടെയെങ്കിലും വിൽക്കണമല്ലോ, അത് ബംഗ്ലാദേശിനാണ് ഇവർ വിൽക്കുന്നത്. അതിന്റെ കൂടുതലും വാങ്ങുന്നത് ബംഗ്ലാദേശാണ്. അപ്പൊ ഉക്രൈൻ പറയുന്നത് ഇത് ക്രിമിനൽ കുറ്റമാണ്. കാരണം ഒരു രാജ്യത്തും നിങ്ങൾ മോഷ്ടിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്, ഞങ്ങളുടെ സാധനം നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഈ വർഷം ആദ്യം 2-3 ഷിപ്പുകൾ, ചില സ്വകാര്യ കമ്പനികളുടെ ഷിപ്പുകൾ തടഞ്ഞു വെച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനിൽപ്പെടുന്ന രാജ്യങ്ങളെല്ലാം റഷ്യയുടെ ഈ നമ്മൾ എന്താ പറയുന്നത്, സ്ലീപ്പർ സെല്ലുകൾ പോലെ പ്രവർത്തിക്കുന്ന ഷിപ്പിംഗ് കമ്പനികളുണ്ട്. അപ്പൊ അങ്ങനെ അതിനെ നമ്മൾ പറയുന്നത് ഷാഡോ ഫ്ലീറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ ഷാഡോ ഫ്ലീറ്റിൽ പെടുന്ന 32 ഷിപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ റഷ്യയല്ല, എന്നാൽ റഷ്യയുടെ എല്ലാം കൊണ്ട് പലയിടത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനികളാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് ബംഗ്ലാദേശിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയോട് ഒരു അഭ്യർത്ഥന ഉക്രൈൻ നടത്തിയിട്ടുണ്ട്, ഇത് നിങ്ങളുടെ അവിടെ ഇത് ചെയ്യാൻ അനുവദിക്കരുത് എന്നൊരു ഇതുകൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇത് യൂനസ് ഇപ്പോൾ ഇത് ഇളക്കി വിടുകയാണ് വീണ്ടും. കാരണം പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ
ഈ വർഗീയ വികാരം ഇളക്കി വിട്ടുകൊണ്ട് ഹിന്ദുക്കൾ ഇപ്പോൾ തെരുവിലിറങ്ങി എന്ന് പറയുന്നില്ലേ, അതൊരു വലിയ ഉം, വർഗീയ സംഘർഷമാകുന്നു. അതിന്റെ ഒരു പോയിന്റിലേക്ക് വീണ്ടും യുനെസ് ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഇവിടെ പിന്നെയും പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു. ഇവിടെ ഇന്ത്യയുടെ ഇതാണ്. പക്ഷെ ഇന്ത്യ ഇനി പഴയതുപോലെ മാറി നിൽക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നില്ല ഇതില്. ഒരുപക്ഷെ അവിടെ ഒരു പട്ടാള അട്ടിമറി, കാരണം ഇതുവരെ യുനെസും അവിടുത്തെ പട്ടാളത്തിന്റെ മറ്റൊരു മേധാവിയും നടത്തിയ നീക്കങ്ങളൊക്കെ അവിടുത്തെ മേധാവിയെ അറിയിച്ചത് മുഴുവൻ ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ തന്നെയായിരുന്നു. അപ്പൊ അതിനി ഉം, വൈകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇത് ഈ ഒരു കളി യുനെസിന്റെ അവസാന കളിയായിരിക്കും, ബംഗ്ലാദേശിന്റെ അല്ല. യുനെസിനെ സംബന്ധിച്ച് ഒരു ഉം, മരണക്കളിയായി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അധികാരത്തിൽ പിടിച്ചു നിൽക്കുക. കാരണം ഡിസംബർ വരെ ഒരു ഡെഡ് ലൈൻ ഉള്ളൂ ശരിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2026 ഏപ്രിലും. അവിടുത്തെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരാണ്. അദ്ദേഹം അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നേതാക്കളെല്ലാം ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതായത് ഹിന്ദുക്കളുടെ അല്ല, അല്ലാതെ തന്നെ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഉം, അവിടെ റെയിൽവേ ജീവനക്കാർ പണിമുടക്ക് ദിവസങ്ങളോളം, ആഴ്ചകളോളം അവിടെ തീവണ്ടി ഗതാഗതം മുടങ്ങുന്ന ഒരു സാഹചര്യം വന്നു. ബസ് സർവീസ് മുടങ്ങുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ എല്ലാം നിൽക്കുന്ന ഉം, ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇതുകൊണ്ട് ഇത് ഒരു അവസാന ക്ലൈമാക്സിലേക്ക് തന്നെ പോകുന്നു. അത് ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടാകുമെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. ഉം, ഇതിനെ ഒരുപക്ഷെ പട്ടാളം, അത് അവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഭീകര ഗ്രൂപ്പുകളൊക്കെ അവരുടെ ബ്രാഞ്ചുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉം, കണ്ടു നിൽക്കാൻ കഴിയില്ല. രാജ്യം നശിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് അവിടുത്തെ കരസേനാ മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഘർഷം കുറച്ചുകൂടി, അതായത് ഹിന്ദുക്കൾ കൂടി തെരുവിലിറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിലൊരു ആഭ്യന്തര കലാപമായി മാറും. അതിനുള്ള സാധ്യതയുണ്ട്. ഉം. കാരണം പാകിസ്ഥാനിലെ പോലെ തീരെ ന്യൂനപക്ഷമല്ല അവിടുത്തെ ഹിന്ദുക്കൾ. അതൊരു വലിയ രീതിയിലേക്ക് മാറുകയാണ് എങ്കിൽ സ്വാഭാവികമായി കാരണം നിലവിൽ ധാക്ക അടക്കമുള്ളിടത്ത് പട്ടാള ടാങ്കുകൾ ഇപ്പോഴും ഉണ്ട്. നിലവിൽ അതെല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഏത് നിമിഷം സംഭവിക്കും. അതിനാണ് സാധ്യതകൾ വളരെ കൂടുതൽ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.